പ്രിയമുള്ള കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മെമ്പർമാരെ, ഞാൻ അബ്ദുൽ വഹാബ് മലപ്പുറം ജില്ലയിലെ അമരമ്പലം വണ്ടൂർ യൂണിറ്റ് മെമ്പറാണ്. പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ട് ഇന്നലെ 1/8/2024 നമ്മുടെ സംസ്ഥാന നേതാക്കൾ വയനാട് സന്ദർശിച്ചിരുന്നു. ആയതിന്റെ പിറകിൽ വലിയൊരു സാമ്പത്തിക പിരിവിനാണ് സംഘടന ആഹ്വാനം ചെയ്തിരിക്കുന്നത്. പ്രിയപ്പെട്ട നേതാക്കളെ, ഈ പിരിവ് എടുക്കാതെ തന്നെ വയനാടിനെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കില്ലേ? 2002 വയനാട്ടിൽ മെഡിക്കൽ കോളേജ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് വൈത്തിരി വില്ലേജിൽ 40 ഏക്കർ സ്ഥലം സംഘടന വാങ്ങിച്ചിരുന്നു. ആ 40 ഏക്കർ ഭൂമിയിൽ നിന്നും 15 ഏക്കർ ഭൂമി സർക്കാർ ഭൂമിയാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. കൂടാതെ ഇതിൽ മധ്യസ്ഥ വഹിച്ച ആൾക്ക് 1 ഏക്കർ ഭൂമി നൽകി എന്നും പറയപ്പെടുന്നുണ്ട്. എന്നിരുന്നാലും ഈ 40 ഏക്കർ ഭൂമിയിൽ നിന്നും 24 ഏക്കർ ഭൂമി ഇന്നും സംഘടനയുടെ പേരിൽ വയനാട്ടിലില്ലേ? നല്ല ഉദ്ദേശത്തോടു കൂടി വാങ്ങിയ ഭൂമി തന്നെയാണ്. നിർഭാഗ്യവശാൽ അത് പ്രായോഗികമാക്കാൻ നമുക്ക് സാധിക്കാതെ പോയി. ആയതിനാൽ ഈ 24 ഏക്കർ ഭൂമിയിൽ നിന്നും 5 ഏക്കർ ഭൂമിയെങ്കിലും വയനാടിന് വേണ്ടി നമുക്ക് നൽകിക്കൂടെ? അങ്ങനെ നൽകാൻ കഴിഞ്ഞാൽ ആ 5 ഏക്കർ ഭൂമിയിൽ ചുരുങ്ങിയത് ഒരു 100 വീടെങ്കിലും വെക്കാൻ സാധിക്കും. ഈ 100 വീടും നമുക്ക് സംഘടനയ്ക്ക് വെച്ചു കൊടുത്തൂടെ? ഒരു പിരിവ് എടുക്കാതെ തന്നെ. കേരളത്തിൽ 3642 യൂണിറ്റുകളുണ്ട്. ഈ യൂണിറ്റുകളിലൊക്കെ ലക്ഷങ്ങളും കോടികളും ആസ്തികളുമുള്ള യൂണിറ്റുകളുമുണ്ട്. എന്നിരുന്നാലും 3642 യൂണിറ്റുകളും 25,000 രൂപ വീതം എടുത്താൽ തന്നെ 9 കോടി രൂപയ്ക്ക് മുകളിലെത്തും. അതിന് പുറത്ത് മണ്ഡലം കമ്മിറ്റിയിൽ നിന്നും സംഭാവന സ്വീകരിക്കുക. ജില്ലകളിലൊക്കെ കോടിക്കണക്കിന് രൂപയായിരിക്കും ആസ്തി ഉണ്ടാവുക. ജില്ലകളിൽ നിന്നും സംഭാവന സ്വീകരിക്കുക. സംസ്ഥാന കമ്മിറ്റിയുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. കോടി രൂപയായിരിക്കും ആസ്തി ഉണ്ടാവുക. സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും സംഭാവന സ്വീകരിക്കുക. നിലവിലുള്ള ഈ ആസ്തികളിൽ നിന്ന് തന്നെ സംഭാവന സ്വീകരിച്ചാൽ 100-100-ൽ കൂടുതലോ വീടുകൾ നിർമ്മിച്ചു കൊടുക്കാൻ സംഘടനയ്ക്ക് സാധിക്കും. അതിലൊരു സംശയവും വേണ്ട. സംഘടനയുടെ മറവിൽ, സംഘടനയുടെ പേരിൽ ഈ ദുരന്തം വിറ്റ് ക്യാഷാക്കാൻ ആരും കൂട്ടുനിൽക്കരുത്. കഴിഞ്ഞ 2018-19 പ്രളയത്തിന്റെ പേരിൽ മലപ്പുറം ജില്ലാ കമ്മിറ്റി പിരിച്ചെടുത്ത പണത്തിന്റെ കണക്കും ഇന്നും ലഭ്യമല്ല. രേഖാമൂലം മലപ്പുറം ജില്ലാ കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടിട്ടും നാളിതുവരെ അതിനൊരു മറുപടി മലപ്പുറം ജില്ലാ കമ്മിറ്റി നൽകിയിട്ടില്ല. ഇതിനർത്ഥം എന്താണ്? ഇതിലെവിടെയാണ് സുതാര്യതയുള്ളത്? മാത്രവുമല്ല, ഇങ്ങനെ പണം പിരിച്ചെടുത്താൽ ഇന്ന് കേരളത്തിൽ പല യൂണിറ്റുകളും ജില്ലകളിലും ലക്ഷങ്ങളും കോടികളും സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയതായിട്ട് പത്രമാധ്യമങ്ങൾ വഴിയും വാർത്താ ചാനൽ വഴിയും നമ്മളെല്ലാം കേൾക്കുന്നത് കാണുന്നതുമാണല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഇതുപോലെ പണം കൂട്ടിവെച്ചത് കൊണ്ടല്ലേ. ആയതിന്റെ പേരിൽ സംഘടന ആഹ്വാനം ചെയ്ത ഈ സംഭാവന ദയവ് ചെയ്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നൽകാൻ ആവശ്യപ്പെടണം. അതാത് യൂണിറ്റുകളിൽ സംഘടന പിരിച്ചെടുക്കാതെ വയനാട്ടിലേക്ക് വ്യാപാരികൾ സംഭാവന നൽകാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ അത് 1 രൂപയാണെങ്കിൽ പോലും ആ പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നൽകാൻ ആവശ്യപ്പെടണം എന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്.